ഉണ്ടാക്കാൻ വലിയ പാടാണെന്നൊന്നും ആരും ഇനി പറയരുത് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കിടക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി ടിപ്പാണ്. പാലപ്പം ഉണ്ടാക്കാൻ ഇനി എല്ലാവർക്കും പറ്റും. സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന പാലപ്പം ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കും. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പാലപ്പത്തിന് നമ്മൾ പലർക്കും പല പ്രശ്നങ്ങളുണ്ട്. എന്നാ വെച്ചാൽ ചിലർ പാലപ്പം ചുട്ടാലൊന്നും, ആലപ്പം എന്ന് പറഞ്ഞാൽ വെള്ളയപ്പം ചുട്ടാലൊന്നും ശരിയാകുന്നില്ല എന്നൊക്കെ ഒത്തിരി പേര് പരാതി പറയാറുണ്ട്. പക്ഷെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ടിപ്പ് നിങ്ങൾ ചെയ്ത ബിഗിനേഴ്സിന് വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. അതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു അളവിൽ നമ്മുടെ വീട്ടിലെ ചാക്കരിയിലെ റേഷനരി ആ ചാക്കരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയും അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് ചാക്കരിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും സാധനം മതി. അത് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കുക. ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു 5-6 മണിക്കൂർ നല്ലപോലെ കുതിർത്തെടുക്കണം. കാര്യം നമ്മുടെ ചാക്കരിക്ക് നല്ല കുതിരണം. ചാക്കരി നല്ല കുതിർന്നാൽ മാത്രമേ അത് നല്ല അരഞ്ഞു കിട്ടത്തുള്ളൂ കേട്ടോ. അന്നപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി കടലക്കറിയും കൂടി വെക്കാൻ വേണ്ടി കുറച്ച് കടലയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടല വെള്ളത്തിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അന്നപ്പോൾ തന്നെ നമുക്ക് കടല കുതിർത്തെടുക്കാമെന്ന് ടിപ്പ് പറഞ്ഞു തരാം. നമ്മുടെ കാസറോൾ ഉണ്ടല്ലോ, കാസറോളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കടല ഇട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കടല നല്ലപോലെ കുതിർന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ കടല അവിടെ നിന്ന് നല്ലൊരു കുതിർത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പച്ചരി ഒരു 6 മണിക്കൂർ 7 മണിക്കൂറായിട്ടുണ്ട്. ഞാനൊന്ന് എടുത്തിട്ടുണ്ട്, കുതിർന്നിരിക്കുന്ന എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോറ് ചേർക്കുന്നില്ല, അതുപോലെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ഈസ്റ്റ് ചേർക്കുന്നില്ല, തേങ്ങാവെള്ളം ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അല്ലാതെ തന്നെ നമുക്കിത് പുളിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറയിലേക്ക് ഇത് കുറച്ച് ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇന്ന് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ചെടുക്കണം. ഇതിനൊരു തരിതരിപ്പ് പോലും അപ്പത്തിന് അരയ്ക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ലപോലെ സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം. അതുമാത്രമല്ല, ഇത് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ മിക്സിയുടെ ജാറ് ചൂടാവുകയാണെങ്കിൽ 2 ഐസ് കട്ടയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അരച്ച് വെക്കുക. അല്ലെങ്കിൽ ഈ പച്ചരി ഇതൊക്കെ വെള്ളത്തിലിടുമ്പോൾ കുതിരാൻ വെക്കുന്ന സമയം നിങ്ങൾക്ക് ഐസ് കട്ട വീട്ടിലില്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുതിർത്തെടുക്കുക. പച്ചരിയൊക്കെ കുതിർത്തെടുക്കുക. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, മാവ് ഞാൻ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പം ഒരിക്കലും തവി വെച്ചോ സ്പൂൺ വെച്ചോ മിക്സ് ചെയ്യരുത്. നമ്മുടെ കൈ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പതപ്പിച്ച് അടിച്ച് കൈ കൊണ്ട് പതപ്പിച്ച് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം ഇരിക്കുന്ന പോലെ നമ്മുടെ മാവ് ഇരിക്കും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കും. എന്നിട്ട് ഇതുപോലൊരു മൂടി വെച്ച് ഞാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വെച്ചാൽ മതി. നല്ലപോലെ പുളിച്ച് പൊങ്ങി വരും. പിന്നെ നമ്മൾ ഈസ്റ്റ് ഇതൊന്നും ചേർക്കാത്തത് കാരണം ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊരു സൂത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കിഴി കെട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ആ കിഴിയിലേക്ക് കെട്ടിയിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ചിരട്ടയാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് റെഡിയാക്കണമെങ്കിൽ ചിരട്ടയെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ആക്കാൻ പറ്റും. ഈസ്റ്റ് ഇതൊന്നും വേണ്ട, നമുക്ക് ഈ ചിരട്ട മാത്രം മതി. അപ്പോൾ അതേ ഒരു കിഴി കെട്ടിയിട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പൊടി എന്തെങ്കിലുമൊക്കെ ചിരട്ട എത്ര ക്ലീൻ ചെയ്താൽ പൊടിയാണെങ്കിൽ ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് കിഴി കെട്ടിയിടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിരട്ട അതിൻ്റെ അകത്തുനിന്ന് എടുക്കുകയും ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാവെള്ളം നമ്മുടെ അപ്പത്തിനൊക്കെ എങ്ങനെ പുളിപ്പിക്കുന്ന അതേ ഒരു എഫക്റ്റാണ് ചിരട്ടയും തരുന്നത്. ആ തേങ്ങയുടെ രുചിയൊക്കെ വരുത്തില്ലേ, ആ ഒരു രുചി നമ്മുടെ ഈ ചിരട്ട നമുക്ക് അപ്പത്തിന് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് നല്ല പതപ്പിച്ച് വെച്ചിരിക്കുന്ന മാവായത് കാരണം ഇതിലേക്ക് പിന്നെ ആ കിഴി ഇട്ടതിന് ശേഷം ഒരിക്കലും നിങ്ങൾ മിക്സ് ചെയ്യരുത്. അങ്ങനെ തന്നെ കിഴി ഇട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ നടച്ച് വെക്കുക. അതിനുശേഷം നമുക്കിത് ഇവിടെ ഇരുന്നോട്ടെ. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിതെടുത്ത് അപ്പം ചൂടുന്നത്. ഇപ്പം രാവിലെ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ രാത്രിയിൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ അരച്ചിട്ട് അപ്പം ചുട്ടാലും മതി കേട്ടോ.
അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇനി നല്ലൊരു കറിയിൽ ഉണ്ടാക്കേണ്ട അപ്പത്തിന് എന്താണെങ്കിലും കറി വേണം. മുട്ടക്കറി, ഇറച്ചിക്കറി, അതുപോലെ കടലക്കറി എന്താണെങ്കിലും വേണം. ഇപ്പം ഞാൻ ഇവിടെ കടലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ്. കുറച്ച് കടല ഒന്ന് കഴുകി വാരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടലക്കറി വെക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കടുകിന് പകരം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒന്നിട്ട് നോക്കൂ. ആ അരി ഒന്നെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കണം. അതായത് പെരുംജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുത്തതിന് ശേഷം കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ചിടുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും നേടുന്ന വീഡിയോസിലെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചാറിനൊക്കെ വേണ്ടിയിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. ഇതിന് ഞാൻ എൻ്റെ ഇതിനനുസരിച്ചുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ കടലയും സവാളയും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം കേട്ടോ. കുറച്ച് ഉപ്പുകൂടി ഇട്ടതിലും വഴറ്റ് ആ മസാല എല്ലാം നമ്മുടെ കടലയിലും സവാളയിലും പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വരണം. എന്നാൽ മാത്രമേ നമ്മൾ സ്റ്റൈലും കടലക്കറി ഇവിടെ റെഡി ആകത്തുള്ളൂ. നമ്മളിതിൽ തേങ്ങായോ ഒന്നും വറുത്തരയ്ക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കലും ഇങ്ങനെ ചെയ്യുന്ന കറിക്കകത്ത് ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല തിളച്ച് വരുന്ന നേരം കൊണ്ട് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് 4 വിസിലാണ് ഇവിടെ അടുപ്പിക്കുന്നത്. എത്ര കടല വേകാവോ അത്രയും കടല വേവിക്കുക. നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് ഇവിടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് കറിക്ക് നല്ല ചാറ് വേണ്ടേ. അപ്പോൾ ഈ അപ്പത്തിനൊക്കെ ഒരിക്കലും ചാറ് വേണം. അപ്പോൾ നമുക്ക് ചാറ് കൂട്ടാനുള്ള ഒരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ മാവ് ഒന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല പതഞ്ഞു പൊങ്ങി നല്ല സോപ്പ് പത പോലെ, അതായത് ഐസ്ക്രീം പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, അതിങ്ങനെ താന്ന് പോകുന്നത് കണ്ടില്ലേ, അതിൻ്റെ ബൗൾസ് എല്ലാം താന്ന് പോകുന്നുണ്ട് കണ്ടില്ലേ. നല്ലൊരു ഇതായിട്ട് മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഇത് പുളിച്ച് പൊങ്ങി പോയിട്ടുമില്ല, നല്ല പുളിയുമില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട്. ഇനി ഞാനിത് തവിയും കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കിയൊന്ന് മിക്സ് ചെയ്യാം. പതുക്കെ ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരു കിഴി കെട്ടിയിട്ട് കൊടുത്ത് നമ്മുടെ ചിരട്ട അതൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാനിത് അടിച്ച് നിങ്ങളെ കാണിക്കാം. ഈ കിഴി ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് പിന്നെ അപ്പം ചുട്ട് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അപ്പം നമുക്ക് റെഡിയാകും. കുട്ടികൾ വരെ ഒരുപാട് അപ്പം കഴിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. ഈ റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കൂ, നല്ലതാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അപ്പം ഞാൻ ചുട്ട് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പവും അതുപോലെ കടലക്കറിയും ഇപ്പം നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിമിഷ നേരം കൊണ്ട് അപ്പം തന്നെ അരച്ചന്നപ്പോൾ തന്നെ ചുടുകയും ചെയ്യാം. ഇനി ആരും അപ്പം ശരിയായില്ലെന്ന് പറയരുത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും വെള്ളയപ്പം പലർക്കും എല്ലാവരും മിക്ക ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കിയാൽ ശരിയാകുന്നില്ല, എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒത്തിരി ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. കണ്ടില്ലേ, നമ്മുടെ ചിരട്ട കണ്ടില്ലേ, അത് നല്ലപോലെ അങ്ങനെ തന്നെ ഇരുന്നോളൂ. നമ്മളത് കരിയുടെ സൂക്ഷിച്ച് വെക്കണം. അടുത്ത ഇതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതെടുത്ത് കളയൊന്നും വേണ്ട. ചിരട്ട നല്ലൊരിതാണ്, നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് ചിരട്ട. അപ്പോൾ ഈ ചിരട്ട ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ കിഴി കെട്ടി വെക്കുകയാണല്ലോ. അതുപോലെ ഉലുവായും നിങ്ങൾക്ക് കിഴി കെട്ടി ഇടണമെങ്കിൽ അതിടാം. പക്ഷേ ഞാൻ ഇത് ഉലുവായ അരച്ച് ചേർത്തിരിക്കുന്ന കാരണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആ ഉലുവായുടെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഒരുപാട് കൂടി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അപ്പം ചുട്ടെടുത്തിട്ട് നല്ല അപ്പച്ചട്ടി ചൂടാക്കിയപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കറക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്നൊഴിച്ചിട്ട് തവി കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് കണ്ടില്ലേ, അപ്പം കണ്ടില്ലേ, നല്ല ടേസ്റ്റിലുള്ള അപ്പമാണിത്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പം കണ്ടിട്ട് രണ്ടാവും ഞാൻ ഒന്ന് ചുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം കണ്ടാൽ തന്നെ മനസ്സിലായി കാണും, അടിപൊളി ടേസ്റ്റാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പത്തിൻ്റെ കറിയുടെ ആ കടലക്കറി ഉണ്ടല്ലോ, നമുക്കൊന്ന് എങ്ങനെയാണ് നമുക്ക് കൊഴുപ്പാക്കുന്നത്, അതുപോലെ ഇത് ചാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം.
ഇപ്പോൾ ഇത് അപ്പം ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി കറി ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് ഇനി ഇവിടെ കറി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ലേ. ഈ അപ്പത്തിന് അരച്ച് വെച്ച മാവില്ലേ, അതിൽ നിന്ന് അരത്തവിയോളം മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ ആ കറി ഒന്ന് കൂട്ടി നോക്കിക്കേ. എന്നാ ടേസ്റ്റ് എന്നറിയാമോ. നമ്മൾ എത്ര മസാല ഇട്ട കറി വെച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു അര ടീസ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് കറിയാക്കിയിട്ടൊന്ന് നോക്കുവാണെങ്കിൽ ആ കടലക്കറിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കറിയാണ് കേട്ടോ. അപ്പോൾ അതേ അപ്പവും റെഡിയായി, കടലക്കറിയും റെഡിയായി. നമുക്കൊന്ന് കഴിച്ചുകൂടെ കാണിക്കാം. അത്രയ്ക്ക് ടേസ്റ്റുള്ള റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അപ്പോൾ എല്ലാവരും ഡെയിലി ഉണ്ടാക്കാൻ വീട്ടിൽ പറയും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും അടിപൊളി റെസിപ്പികളുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. അപ്പോൾ അത് കണ്ടില്ലേ, അപ്പം ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പറാണ്. കണ്ട വായിലിട്ടാൽ അലിഞ്ഞ് പോകും. കണ്ടില്ലേ, ഇത് എടുക്കാനായിട്ട് നമ്മൾ കറിയുടെ കൂടെ എടുക്കുമ്പോൾ അത് കൈ കിട്ടത്തേ ഇല്ല. അതുപോലെ അലിഞ്ഞ് പോകും. നല്ല അപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.